നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യും. എല്ലാവർക്കും സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് LD ക്ലർക്കിന്റെ എല്ലാ എക്സാമുകളിലും ഒരു 5 മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പിന്നെ എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഒരു 5 മാർക്ക്, അങ്ങനെ നമുക്കൊരു 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ലഭ്യമാകാവുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനും അഡ്മിനിസ്ട്രേഷനും എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിൽ തന്നെ എല്ലാ പരീക്ഷകളിലും 1 മാർക്കിനുള്ള ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ മലയാളത്തിൽ അതിനെ ഭരണഘടന ഭേദഗതി എന്ന് മലയാളത്തിൽ പറയും. അപ്പോ എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, നമ്മളുടെ ഭരണഘടന എന്ന് പറയുന്നത് അതില് ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. ഭരണഘടന എന്താണ്? ഭാഗങ്ങളായിട്ട് 25 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. പിന്നെ എന്താണ് 400ഓളം ഷെഡ്യൂളുകളുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്തെ പിന്നെ നമ്മൾ എന്താണ് ചില ഷെഡ്യൂളുകളായിട്ട് തിരിക്കുന്നു. ഷെഡ്യൂളുകളല്ല, ആർട്ടിക്കിളുകളായിട്ട് തിരിക്കുന്നു. പിന്നെ കൂടുതൽ ആർട്ടിക്കിളുകൾക്ക് ഒരു വിശദീകരണം വേണമെങ്കിൽ എന്താണ് അവയെ നമ്മൾ ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ പട്ടികകളായിട്ട് തിരിക്കുന്നു. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. അതായത് നമ്മളൊരു പുസ്തകം എടുത്താൽ, ഒരു നോവലൊക്കെ വായിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്കറിയാം, അതിലെന്താണ് ഒരു തുടക്കം ഉണ്ടാകും. പിന്നെ എന്താണ് അതിന്റെ അധ്യായങ്ങൾ പലതായിട്ട് തിരിക്കും. ഈ അധ്യായങ്ങളുടെ കീഴിലായിട്ട് എന്താണ് പല ഇൻഫർമേഷൻസ് ഉണ്ടാവും. പിന്നെ എന്താണ് ചില കാര്യങ്ങൾക്ക് നമുക്കൊരു എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ചെറിയ നമ്പർ ഇട്ടിട്ട് പുറകിലൊരു ഇതുണ്ടാവും. ഈ ഒരു സിസ്റ്റം തന്നെയാണ് ഭരണഘടനയ്ക്ക്. അതായത് ആ ഭരണഘടനയ്ക്ക് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഭാഗങ്ങളെ പിന്നെ ആർട്ടിക്കിളുകൾ അഥവാ അനുച്ഛേദങ്ങളായിട്ട് തിരിക്കുന്നു. ഈ അനുച്ഛേദങ്ങൾ എന്താണ് വീണ്ടും അതിൽ കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ ഷെഡ്യൂളുകൾ അഥവാ പട്ടികകൾ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര ഭാഗങ്ങളുണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ നിലവിൽ എത്ര ഭാഗങ്ങളുണ്ട്? അറിയാവുന്നവർ ഉത്തരം പറയാം. 25 ഭാഗങ്ങളുണ്ട്. ഷിജിൻ ഉണ്ടല്ലേ ക്ലാസ്സിൽ? ഓക്കെ, 25 ഭാഗങ്ങൾ. പക്ഷെ എന്നാൽ ഇന്ത്യൻ ഭരണഘടന തുടങ്ങിയ സമയത്ത്, ഇന്ത്യയിൽ ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇതിൽ 25 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? ഭരണഘടനയിൽ 25 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല. എന്തുകൊണ്ടാണ്? 22 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ അത് 25 ഭാഗങ്ങളായിട്ട് മാറി. എങ്ങനെയാണ് ഈ 22, അതായത് ഭരണഘടന ആരംഭിച്ചപ്പോൾ 22 ഉണ്ടായിരുന്ന ഭാഗങ്ങൾ എന്താണ് 25 മാറിയത്? അവിടെയാണ് നമ്മൾ എന്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിക്കുന്നത്? ഭരണഘടന ഭേദഗതി എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറയില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ക്ലാസ്സിൽ പറയുകയുള്ളൂ. അതിനുശേഷം അടുത്ത ക്ലാസ് മുതൽ എന്ത് ചെയ്യും, നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ സ്പീഡിൽ ക്ലാസ് പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ഒപ്പം നിങ്ങൾ ഓടിയെത്താനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ, നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് കഴിയും. ഇന്നത്തെ ഫസ്റ്റ് ഡേ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോ അവിടെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം വരുന്നത്. അതായത് ഭരണഘടന എന്ന് പറയുന്നത് ഒരു ഇരുമ്പുലക്കയൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അഭിപ്രായം എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഇരുമ്പുലക്കയല്ല. എന്താണ്, മാറ്റാൻ പറ്റുന്ന സംഭവമാണ് നമ്മളുടെ അഭിപ്രായം, വാക്ക്. ഇതൊക്കെ ചില ആളുകൾ പറയും വാക്കുകളൊന്നും മാറ്റാൻ കഴിയില്ല. എല്ലാം മാറ്റാൻ കഴിയുന്നവയാണ്. ഇതൊന്നും ഇരുമ്പുലക്ക എന്ന് പറയുന്ന സംഭവമല്ല, ഒരു മാറ്റാൻ പറ്റാത്ത ഒരു സംഭവമല്ല. അതുപോലെ തന്നെയാണ് ഭരണഘടനയും ഒരു ഇരുമ്പുലക്കയൊന്നുമല്ല. അന്ന് എന്താണോ വന്നത് അത് തന്നെ നമ്മൾ എന്നും തുടരണം എന്നൊന്നുമില്ല. കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഭരണഘടനയ്ക്കുണ്ടാവും. ആ മാറ്റങ്ങൾ വരുത്തുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക,
ഭരണഘടനയുടെ ഭേദഗതി അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത്? നോക്കുക, നിങ്ങൾ ക്ലാസ് കേട്ടിരിക്കുക, അതിനുശേഷം നിങ്ങൾക്ക് നോട്ട് ഇത് ചെയ്തിട്ട് നമ്മൾ പറയും. അപ്പോ ഭരണഘടനയിൽ അതിന്റെ ഏതെങ്കിലും വകുപ്പുകളിൽ എന്താണ് നമ്മൾ ഒന്നില്ലെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നു, അല്ലെങ്കിൽ എന്താണ് അതിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു, അല്ലെങ്കിൽ ചില വകുപ്പുകൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു കളയുന്നു, അതിൽ നിന്ന് ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് അഥവാ ഭരണഘടന ഭേദഗതി എന്ന് പറയുന്നത്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്? എന്താണ്? ഭരണഘടനയുടെ വകുപ്പുകളിൽ എന്താണ് നമ്മൾ മാറ്റം വരുത്തുന്നു, അതിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നു, അല്ലെങ്കിൽ എന്താണ് ചില വകുപ്പുകൾ എടുത്തു കളയുന്നു. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിനെ കുറിച്ച് എന്താണ് ഭരണഘടനയിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മളുടെ ഭരണഘടന എങ്ങനെ മാറ്റം വരുത്തണം, നമ്മളുടെ ഭരണഘടനയിൽ എങ്ങനെയെല്ലാം മാറ്റം വരുത്താം എന്നുള്ള കാര്യങ്ങൾ എവിടെ തന്നെ പറയുന്നുണ്ട്? അതാ നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഭാഗം 20. എന്താണ്? ഭാഗം 20ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് അഥവാ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നമ്മളുടെ ഭരണഘടനയിൽ പറയുന്നത്. PC പലപ്പോഴായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പാർട്ട് 20 എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ടിൽ പാർട്ട് 20 എന്നാണ് പറയുന്നത്. ഭാഗമാണ് കേട്ടോ, ആർട്ടിക്കിൾ അല്ല ഷിച്ചിനെ നമ്മൾ പറയുന്നത്, ഭാഗമാണ്. ഭാഗം 20ലാണ് നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നത്? ഭാഗം 20ലാണ് ഭരണഘടനയുടെ ഭേദഗതിയെ കുറിച്ച് പറയുന്നത്. ഭാഗം 20 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയായിരിക്കും വരിക? ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ വരിക 2x ആയിരിക്കും. റോമൻ ലെറ്ററിലാണ് ഭാഗങ്ങൾ പറയുക. മിക്കപ്പോഴും ഭാഗങ്ങൾ എന്താണ് റോമൻ ലെറ്ററിലായിരിക്കും സൂചിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ എന്താണ് നമ്മളുടെ ഈ നോട്ടിൽ പാർട്ട് 20 എന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അത് റോമൻ ലെറ്ററിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കണം. റോമൻ ലെറ്ററിൽ ഉത്തരം വന്നപ്പോൾ സാറ് 20 എന്ന് വന്നിട്ട് റോമൻ ലെറ്ററിൽ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്നൊന്നും നിങ്ങൾ ആരും പറയാനില്ല. അപ്പൊ എന്താണ് ഈ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഭാഗം 20. അപ്പൊ അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ എന്താണ് ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ ഏതാണ് എന്നൊരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരമാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 368. എന്താണ്? അപ്പൊ 2 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായത്. ഒന്നാമത്തേത് ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ പാർട്ടും ആർട്ടിക്കിളും ഷെഡ്യൂളും ഇത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ഇത് നിങ്ങൾക്ക് തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടുള്ളതല്ല. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഭാഗം 20ഉം, ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആർട്ടിക്കിൾ 368മാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പല ക്ലാസ്സുകളിലും മുൻപുള്ള ക്ലാസ്സുകളിൽ ഞാൻ ഉള്ള ആളുകൾക്കറിയാം, ഇല്ലാത്തവർക്ക് നമുക്ക് അതൊക്കെ എടുക്കാം. എങ്കിലും ഈ മുൻ ക്ലാസ്സുകളിൽ എന്ന് പറയുന്നത് ആ ക്ലാസ്സിന്റെ ഒരു എൻ്റെ ഒരു ശൈലിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ നിങ്ങളത് ഇത് ചെയ്യേണ്ട. അതായത് നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്നത് നമ്മളുടെ ഭരണഘടന ഉണ്ടാക്കിയത് എന്ന് പറയാം. നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതി യോഗം കൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭരണഘടനയിലെ നല്ല നല്ല കാര്യങ്ങൾ എടുത്ത് അത് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയ്ക്ക് ഉതകുന്ന തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയാണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഒരു ആശയവും നമ്മൾ മറ്റൊരു രാജ്യത്ത് നിന്ന് സ്വീകരിച്ചതാണ്. ഏതാണ് ആ രാജ്യം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് നമ്മൾ എന്ത് സ്വീകരിച്ചത്? ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഭരണഘടനാ ഭേദഗതിയുടെ ഒരു ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പഠിക്കേണ്ടത് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. അതായത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്തുവാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി ഒരു കേസിൽ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ഏതാണ് ആ കേസ്? അതായത്
ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാൻ ആർക്ക് കഴിയും? അതിനുള്ള അവകാശം പാർലമെന്റിനാണ്. പാർലമെന്റ് ആണ് ഭരണഘടനയിൽ എന്ത് ചെയ്യുന്നത്? ഭേദഗതി വരുത്തുന്നത്. അതിനുള്ള അവകാശം ആർക്കാണ്? പാർലമെന്റിനാണ്. പക്ഷേ ഈ ഭരണഘടന ഭേദഗതി വരുത്തുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഈ പറയുന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്തുവാൻ ആർക്ക് അധികാരമില്ല? പാർലമെന്റിന് അധികാരമില്ല എന്ന് ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചു. ഏത് കേസിലാണ് ആ വിധി ഉണ്ടായത് എന്നുള്ള ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആർക്കെങ്കിലും അതിന്റെ ഉത്തരം അറിയാമോ? അതെ, കേശവാനന്ദ ഭാരതി കേസിലാണ്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിലാണ് 1973 എന്തുണ്ടാകുന്നത്? സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടാകുന്നത്. കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന വളരെ, നിങ്ങൾ പലരും കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ PSC പഠിക്കുന്ന എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു കേസാണ് എന്തെന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിലെ എടനീർ മഠാധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന്റെ മഠത്തിന്റെ ഭൂസ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഒരു കേസാണ് നമ്മൾ ഈ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസായിട്ട്. അതിലാണ് ഇത്തരത്തിലുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി വരുന്നത്. അതായത് ഭരണഘടന ഭേദഗതി ചെയ്യുവാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? പാർലമെന്റിന് അധികാരമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന്റെ ബേസിക് സ്ട്രക്ചർ മാറ്റാൻ പറ്റില്ല. ആ കേസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ നമുക്കൊരു ക്ലാസ് തന്നെ വേണ്ടി വരും. എങ്ങനെയാണ് ആ കേസിന്റെ നാൾവഴികൾ എന്ന് പറയുന്നത് ഒരു രസകരമായ കഥയാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ അത് പറയാം. എങ്ങനെയാണ് കേശവാനന്ദ ഭാരതി ആ കേസ് കൊടുത്തത്, ആ കേസ് ഇന്ത്യൻ ജുഡീഷ്യറിയും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് വഴിവെച്ചത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എന്താണ് ഒരു വലിയ ചരിത്രമുണ്ട് ആ കേശവാനന്ദ ഭാരതി കേസിന്. സ്വതവേ നമ്മൾ ആ കേസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും ധാരണ കേശവാനന്ദ ഭാരതി ആ കേസിൽ ജയിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് തെറ്റാണ്. ഒരു 80-90% കേന്ദ്ര ഗവൺമെന്റിനും കേരള ഗവൺമെന്റിനും അനുകൂലമായിട്ട് തന്നെയായിരുന്നു ഈ കേസിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായത്. അതിൽ ഇങ്ങനെയുള്ള ചില വിധികൾ അല്ലെങ്കിൽ ആ വിധിയുടെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നതിന് സുപ്രീം കോടതി പറയുകയും ആ കേസിൽ ഉണ്ടായി. ആ കേസിൽ ശരിക്കും കേശവാനന്ദ ഭാരതി പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് പറയുവാനായിട്ട് കഴിയുക. അതിന്റെ കഥകൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വിഷയം പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഭരണഘടനയുടെ അടിസ്ഥാന തത്വം അഥവാ ബേസിക് സ്ട്രക്ചർ മാറ്റുവാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രീം കോടതി വിധി പറഞ്ഞ കേസാണ് എന്തെന്ന് പറയുന്നത് 1973 കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നോക്കുക, ഭരണഘടനാ വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ കൂട്ടിച്ചേർക്കുകയോ നിലവിലുള്ള ഏതെങ്കിലും വകുപ്പുകൾ റദ്ദാക്കുകയോ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതി അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത്. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം അല്ലെങ്കിൽ പാർട്ട് 20 എന്ന് പറയുന്നത്. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അഥവാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണുള്ളത്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ്. ഒരു പോയിന്റ് കൂടി നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നോട്ട് ചെയ്തു വെക്കുക. ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതി ചെയ്യുമ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്തുവാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് പ്രസ്താവിച്ച കേസാണ് എന്തെന്ന് പറയുന്നത് 1973 കേശവാനന്ദ ഭാരതി കേസ്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും, എന്താണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് എന്താണ്? സ്വാഭാവികമായിട്ടും നമുക്ക് അത് വായിക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാകും. പക്ഷേ അവിടെ സുപ്രീം കോടതി ഈ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അന്ന് സുപ്രീം കോടതി പറഞ്ഞില്ല. പിന്നീട് കാലാകാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന പല കേസുകളിലും പിന്നീടാണ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്? വ്യാഖ്യാനിക്കുന്നത് ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ് എന്നുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിൽ വേർതിരിച്ച് നിർത്തണമെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്.
ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു അടിസ്ഥാന തത്വമാണ്. ജനാധിപത്യം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു അടിസ്ഥാന തത്വമാണ്. മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു അടിസ്ഥാന തത്വമാണ്. ഇതിലൊന്നും മാറ്റം വരുത്തുവാൻ ആർക്ക് അധികാരമില്ല? ഇതിലൊന്നും മാറ്റം വരുത്തുവാൻ പാർലമെന്റിന് അധികാരമില്ല. ഇത് കാലാകാലങ്ങൾ പല കേസുകളുടെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ബേസിക് സ്ട്രക്ചർ എന്താണ് എന്ന് എന്ത് ചെയ്യുന്നത് കോടതി, സുപ്രീം കോടതിയൊക്കെ തീരുമാനിക്കുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അങ്ങനെ തോന്നുന്ന പോലെയൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഭരണഘടന ഭേദഗതി നടത്തുവാൻ കഴിയില്ല. അതിൽ പാർലമെന്റിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതായത് ഈ ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ എന്ത് വേണം? ഒരു ബില്ല് അവതരിപ്പിക്കണം. അത് എവിടെ അവതരിപ്പിക്കണം? ലോക്സഭയിലോ രാജ്യസഭയിലോ എവിടെ വേണമെങ്കിലും ആകാം. പാർലമെന്റിന്റെ ഇരുസഭകളിൽ ഏതെങ്കിലും ഒരു സഭയിൽ എന്താ അവതരിപ്പിക്കണം? ആദ്യം തന്നെ ഒരു ബില്ല് അവതരിപ്പിക്കണം. അപ്പോ അവിടെ ഒരു ചോദ്യം, അല്ലെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അവകാശം പാർലമെന്റിന് മാത്രമാണ്. എന്താണ്? ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം ആർക്കാണ്? പാർലമെന്റിന് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: സംസ്ഥാന നിയമസഭകൾക്ക് ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അവകാശമില്ല. എന്താണ്? സംസ്ഥാന നിയമസഭകൾക്ക് എന്തില്ല? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി നടത്തുവാനുള്ള അവകാശമില്ല. അപ്പോ എന്തുകൊണ്ടാണ് സംസ്ഥാന നിയമസഭകൾക്ക് അവകാശമില്ല എന്ന്, അതെന്തുകൊണ്ടാണ് നിങ്ങൾ അത് അങ്ങനെ പഠിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് PSC ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരം ഒരു കാലഘട്ടത്തിൽ PSC വേണമെങ്കിൽ ചോദിക്കാം, ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിൽ സംസ്ഥാന നിയമസഭയിൽ എന്താണ് ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള ബില്ല് അവതരിപ്പിക്കാൻ കഴിയും എന്നൊരു പ്രസ്താവന ചോദിച്ചാൽ അത് എന്തായിരിക്കും? ആ പ്രസ്താവന എന്തായിരിക്കും? ആ പ്രസ്താവന തെറ്റായിരിക്കും. കാരണം എന്താണ്? പാർലമെന്റിന് മാത്രമേ ഭരണഘടനയെ ഭേദഗതി ചെയ്യുവാനുള്ള അവകാശം നിലവിൽ ഉള്ളൂ. അപ്പോ എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു പാർലമെന്റിൽ ആദ്യം തന്നെ എന്താണ്? ഒരു ബില്ല് അവതരിപ്പിക്കണം. ലോക്സഭ ഓർ രാജ്യസഭ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. ആർക്ക് അവതരിപ്പിക്കാം? ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഈ സഭകളിലുള്ള ഒരു സ്വകാര്യ അംഗത്തിനോ എന്ത് ചെയ്യാം? ഈ ബില്ല് അവതരിപ്പിക്കാം. സ്വകാര്യ അംഗം എന്ന് പറയുന്നത് മന്ത്രിമാരല്ലാത്ത എല്ലാ അംഗങ്ങളും, പാർലമെന്റിലുള്ള എല്ലാ അംഗങ്ങളും എന്താണ്? പ്രൈവറ്റ് മെമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്താണ്? സ്വകാര്യ അംഗങ്ങളാണ്. ഇനി ഈ ബില്ല് അവതരിപ്പിച്ചു. ഈ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം ഈ ബില്ല് എന്ത് ചെയ്യും? അതിൽ ചർച്ചകൾ നടക്കും, അത് വോട്ടെടുപ്പിന് വിധേയമാക്കും. അപ്പോ ഈ ബില്ല് എന്ത് ചെയ്യണം? ഈ ബില്ല് മെജോറിറ്റിയിൽ പാസ്സാണ്. എങ്ങനെയുള്ള മെജോറിറ്റിയിൽ പാസ്സാണ്? സ്പെഷ്യൽ മെജോറിറ്റി അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷത്തിൽ പാസ്സാകണം. സിമ്പിൾ മെജോറിറ്റി ഉണ്ട്, സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട്. അങ്ങനെ അതിനിടെ കുറെ മെജോറിറ്റികളൊക്കെ പാർലമെന്റിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഇപ്പൊ ഇത് പഠിക്കുമ്പോൾ രണ്ട് മെജോറിറ്റികളെ കുറിച്ച് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. സ്പെഷ്യൽ മെജോറിറ്റിയും എന്താണ് സിമ്പിൾ മെജോറിറ്റിയും. അതെന്താണ് എന്നുള്ളത് നമ്മൾ ഇതിന്റെ താഴെ ഭാഗം പഠിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ പറയും. രണ്ട് മെജോറിറ്റികളാണ് പ്രധാനമായിട്ടും ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് കേവല ഭൂരിപക്ഷവും, പിന്നെ എന്താണ്? സ്പെഷ്യൽ പ്രത്യേക ഭൂരിപക്ഷവും. ഭരണഘടനാ ഭേദഗതി ബില്ലുകളൊക്കെ എന്ത് ചെയ്യണം? പ്രത്യേക ഭൂരിപക്ഷത്തിൽ തന്നെ ഇരുസഭകളിലും പ്രത്യേകം പാസ്സാക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? പ്രത്യേകം പാസ്സാക്കണം എന്ന് പറയുന്നത് എന്താ? നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലല്ല, അല്ലാത്ത ഏതെങ്കിലും ഒരു ബില്ല്, ആ ബില്ലിൽ ലോക്സഭ പാസ്സാക്കി രാജ്യസഭാ ബില്ല് പാസ്സാക്കുന്നില്ല, അല്ലെങ്കിൽ രാജ്യസഭ പാസ്സാക്കി ലോക്സഭാ ബില്ല് പാസ്സാക്കുന്നില്ല, ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യാൻ കഴിയും? അതായത് രാഷ്ട്രപതിക്ക് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിക്കാൻ കഴിയും. അതായത് ലോക്സഭയും രാജ്യസഭയെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ബില്ലിൽ ഒരു തീരുമാനം ഉണ്ടാക്കുവാനായിട്ട് രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അപ്പോ ഈ കാര്യം പക്ഷെ എവിടെ ഇത് പ്രായോഗികമല്ല? ഭരണഘടനാ ഭേദഗതി നടത്തുമ്പോൾ ഇത് പ്രായോഗികമല്ല. അപ്പൊ ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസ്സായി, രാജ്യസഭയിൽ പാസ്സായില്ല എന്ന് കരുതുക. രാഷ്ട്രപതിക്കൊരു സംയുക്ത സമ്മേളനം വിളിച്ച് അത് പാസ്സാക്കാൻ കഴിയില്ല. എന്ത് വേണം? സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? ഇത് പാസ്സാകണം. പോയിന്റ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് സഭയിൽ പാസ്സായി കഴിഞ്ഞാൽ
ഈ പാസ്സാകുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാകണം. ചില കേസുകളിൽ, അതായത് ഫെഡറൽ സംബന്ധമായിട്ടുള്ള കേസുകളിൽ, അതായത് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലാണെങ്കിൽ എന്ത് വേണം, പാർലമെന്റിൽ ഇത് പാസ്സാകുകയും ഈ പറയുന്ന പകുതി സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പകുതി സംസ്ഥാനങ്ങളുടെ നിയമസഭകൾ എന്താണ് ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ ഇതിനനുകൂലിച്ചുകൊണ്ട് പ്രമേയം എന്ത് ചെയ്യണം, പാസ്സാക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ എന്താണ് അത് ഒരു നിയമമായിട്ട് മാറുകയുള്ളൂ, അല്ലെങ്കിൽ അത് ആ ബില്ല് പാസ്സാകുകയുള്ളൂ. അത് നമ്മൾക്ക് എന്താണ് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പൊ നിങ്ങൾ ഇപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പോയിന്റുകൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സെപ്പറേറ്റ് പാസ്സാക്കാൻ പറ്റില്ല എന്നല്ല, ജോയിന്റ് സിറ്റിംഗിൽ പാസ്സാക്കാൻ പറ്റില്ല. സെപ്പറേറ്റ് ആയിട്ട് എന്താണ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ എന്ത് ചെയ്യണം, പാസ്സാക്കണം. ബില്ല് സഭ പാസ്സാക്കി കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയർ എന്താണ്? അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഈ ബില്ല് നമ്മൾ നേരെ ആർക്കഴക്കും, രാഷ്ട്രപതിയുടെ കൺസെന്റിന് വേണ്ടിയിട്ട് അഴക്കും, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അഴക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ രാഷ്ട്രപതിയെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം, രാഷ്ട്രപതിക്ക് ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില അധികാരങ്ങളുണ്ട്. എന്താണ്, അദ്ദേഹത്തിന് ആ ബില്ല് അംഗീകരിക്കാം, ആ ബില്ല് തടഞ്ഞു വെക്കാം, അല്ലെങ്കിൽ അത് പുനഃപരിശോധനയ്ക്കായിട്ട് തിരിച്ചെടുക്കാം. ഇങ്ങനെയുള്ള ചില അധികാരങ്ങളൊക്കെ ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. എന്നാൽ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി അഴക്കുന്നതെങ്കിൽ അത് നിർബന്ധമായിട്ടും രാഷ്ട്രപതി എന്ത് ചെയ്തിരിക്കണം? ഒപ്പിട്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, രാഷ്ട്രപതിക്ക് അത് റിജക്ട് ചെയ്യുവാനോ തടഞ്ഞു വെക്കുവാനോ ഉള്ള അധികാരം ഇല്ല. എന്താണ്? രാഷ്ട്രപതിക്ക് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ എന്ത് ചെയ്യാനില്ല, തടഞ്ഞു വെക്കുവാനോ തിരിച്ചഴക്കുവാനോ ഉള്ള അധികാരമില്ല. എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എന്താണ്, ഈ അധികാരം രാഷ്ട്രപതിക്ക് ഉണ്ടായിരുന്നു. ഭരണഘടനാ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി നിർബന്ധമായിട്ട് ഒപ്പിടണമെന്നുള്ള എന്താണ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ എന്താണ്, 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് രാഷ്ട്രപതി എന്താണ് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ നിർബന്ധമായിട്ടും ഒപ്പുവെക്കണം എന്നുള്ള എന്താണ് ഒരു നിയമം നമ്മൾ പാസ്സാക്കിയത്. അത് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ 42 ഭരണഘടനാ ഭേദഗതി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. അത് പഠിക്കുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ചുകൂടി കാര്യമായിട്ട് പഠിക്കും. അപ്പൊ രാഷ്ട്രപതി എന്താണ്, അദ്ദേഹത്തിന് അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹം അത് ഒപ്പുവെക്കേണ്ടി വരും. അത് ഒപ്പുവെക്കുന്നതോടുകൂടി ആ ബില്ല് എന്തായിട്ട് മാറും? ആ ബില്ല് ഒരു നിയമമായിട്ട് മാറും. അതാണ് എന്തെന്ന് പറയുന്നത്, ഭരണഘടന ഭേദഗതി നിയമം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണഘടന നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭേദഗതി ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകാം. നോക്കുക, ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. മന്ത്രിക്കോ ഏതെങ്കിലും ഒരു സ്വകാര്യ അംഗത്തിനോ എന്താണ് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ബില്ല് എന്ത് ചെയ്യാം? അവതരിപ്പിക്കാം. ബില്ല് ഓരോ സഭയിലും എന്താണ് പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി എന്ത് ചെയ്യണം? പാസ്സാക്കണം. സംയുക്ത സമ്മേളനം നടത്താൻ വ്യവസ്ഥയില്ല. ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കും. രാഷ്ട്രപതി എന്താണ് നിർബന്ധമായും അനുമതി നൽകണം. ബില്ല് തടയുവാനോ പുനഃപരിശോധനയ്ക്ക് അയക്കുവാനോ എന്ത് കഴിയില്ല? രാഷ്ട്രപതിക്ക് കഴിയില്ല. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി എന്താണ് ബില്ല് ഒരു നിയമമായിട്ട് മാറുന്നു. ആ നിയമമാണ് എന്തെന്ന് പറയുന്നത്? ഭരണഘടന ഭേദഗതി നിയമം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ക്ലാസ്സിന് അവസാനം ഞാൻ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് ഒരു സെഷൻ തരും. ആ സെഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം ചോദിക്കാം. നിങ്ങൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മള് ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ആ പ്രൊസീജിയർ പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ പ്രൊസീജിയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ് സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടി എന്ത് ചെയ്യണം? ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാക്കണം എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എല്ലാ ഭരണഘടനാ ഭേദഗതികളും എന്തില്ല? സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി പാസ്സാക്കേണ്ട ആവശ്യകതയില്ല. എന്താണ് മനസ്സിലാക്കുക? എല്ലാ ഭരണഘടനാ ഭേദഗതികളും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കേണ്ട ആവശ്യമില്ല. പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കുന്നത്. അതായത്
ഒന്ന്, സിമ്പിൾ മെജോറിറ്റിയിലും എന്ത് ചെയ്യാൻ കഴിയും? ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാക്കുവാനായിട്ട് സാധിക്കും. സ്പെഷ്യൽ മെജോറിറ്റിയിലും പാസ്സാക്കുവാനായിട്ട് കഴിയും. അത് ചില കാര്യങ്ങൾ തരം തിരിച്ചിട്ടുണ്ട്. വളരെ പ്രാധാന്യം കുറഞ്ഞ വിഷയങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കാം. പ്രാധാന്യം കൂടിയ വിഷയങ്ങൾ വരുന്നതിനനുസരിച്ച് അതെന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി ആയിട്ട് മാറും. അതായത് ഭരണഘടനയിൽ തന്നെ ഏതൊക്കെ വിഷയങ്ങൾ പാസ്സാക്കുന്നതിനാണ് സിമ്പിൾ മെജോറിറ്റി, ഏതൊക്കെ വിഷയങ്ങൾ പാസ്സാക്കുന്നതിന് സ്പെഷ്യൽ മെജോറിറ്റി വേണം എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോ നോക്കുക, പാർലമെന്റിന് എന്താണ്? സിമ്പിൾ മെജോറിറ്റിയിൽ എന്താണ്? ഭരണഘടന ഭേദഗതി ചെയ്യുവാൻ കഴിയും. എങ്ങനെയുള്ള വിഷയം? സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ വളരെ സിമ്പിൾ ആണ്. പാർലമെന്റിൽ, ലോക്സഭയിൽ ഒരു അംഗങ്ങളുടെ ഒന്ന് എണ്ണം ഞാൻ ഒരു റൗണ്ട് ഫിഗർ ആയിട്ടായിരിക്കും പറയുക, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 300 അംഗങ്ങൾ പാർലമെന്റിൽ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ലോക്സഭയിൽ ഉണ്ട് എന്ന് കരുതുക. 300 അംഗങ്ങൾ ലോക്സഭയിലുണ്ട്. അതിൽ ഒരു 200 അംഗങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ആ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു 200 അംഗങ്ങൾ സഭയിൽ ഹാജരുണ്ട്. അവർ എന്താണ്? ആ വോട്ടെടുപ്പിൽ പങ്കെടുത്തു. ഇത്തരം സാഹചര്യത്തിൽ 101 വോട്ട് കിട്ടിയാൽ, അതായത് അതിന്റെ പകുതി +1, 200 പേര് പങ്കെടുത്തു, 300 പേര് അംഗങ്ങളായിട്ടുണ്ട്, 200 പേരാണ് അതിൽ പങ്കെടുത്ത് വോട്ട് ചെയ്തത്. ഈ 200-ൽ 100 + 1, 101 വോട്ട് കിട്ടിയാൽ ആ ഭേദഗതി എന്താവും? പാസ്സാകും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. എന്താണ്? ഇതിനെയാണ് നമ്മൾ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാകുക എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ഇങ്ങനെ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാകുക? ഒന്ന്, സംസ്ഥാനങ്ങളുടെ രൂപീകരണം. എന്താണ്? സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ഉദാഹരണം കുറെ ഉണ്ട്. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. നിങ്ങൾ എന്താണ് റാങ്ക് ഫയലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ആ റാങ്ക് ഫയൽ മുഴുവനായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുക്കാനായിട്ട് കഴിയില്ല. അപ്പൊ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ഇനി പൗരത്വം ഏറ്റെടുക്കലിൽ അതിന്റെ പൗരത്വം നിർത്തലാക്കൽ, അങ്ങനെയുള്ള വിഷയം. പിന്നെ എന്താണ്? മെമ്പർ ഓഫ് പാർലമെന്റ്സിന്റെ അവരുടെ സാലറി, അലവൻസ് മുതലായ കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്താണ്? നമുക്ക് സിമ്പിൾ മെജോറിറ്റി മാത്രം മതിയാകും എന്ത് ചെയ്യാനായിട്ട്? ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനായിട്ട്. എന്തൊക്കെയാണ്? ഒന്ന്, പൗരത്വം സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഒരു സംസ്ഥാനത്തിന്റെ രൂപീകരണം, ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റുക, പാർലമെന്റ് അംഗങ്ങളുടെ എന്താണ് ശമ്പളവും അലവൻസുകളും, പിന്നെ എന്താണ് ഈ പറയുന്ന നിയമസഭകളുടെയോ ലോക്സഭയുടെയോ കോറം നിശ്ചയിക്കുക. ഇങ്ങനെയുള്ള വളരെ പ്രാധാന്യം കുറഞ്ഞ വിഷയങ്ങളാണെങ്കിൽ അവിടെ എന്ത് മതി? ആ പാർലമെന്റിൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ പകുതിയിൽ കൂടുതൽ വോട്ട് കിട്ടിയാൽ എന്താകും? അത് പാസ്സായതായിട്ട് കരുതും. എന്നാൽ അടുത്ത ഒരു 2 സെക്ഷൻ ഉണ്ട്. ആ 2 സെക്ഷൻ എന്താണ്? ഒരെണ്ണം സ്പെഷ്യൽ മെജോറിറ്റിയാണ്. എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി അഥവാ പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയും. മൂന്നാമത്തേതും അതുപോലെ തന്നെയാണ്. സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ കൺസെന്റ് എന്നുള്ളതാണ്. ഇങ്ങനെ 2 രീതിയിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാക്കും. അതിൽ നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റി എന്താണെന്ന് നോക്കാം. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്, അതായത് ഇപ്പോ പാർലമെന്റിൽ ഒരു 400 അംഗങ്ങൾ, പാർലമെന്റിലല്ല ലോക്സഭയിൽ ഒരു 400 അംഗങ്ങൾ ഉണ്ടെന്ന് കരുതുക. 400 അംഗങ്ങളുണ്ട് എന്ന് കരുതുക. ഈ 400 അംഗങ്ങൾ, അതായത് 400 അംഗങ്ങൾ എന്ന് വെച്ചാൽ 400 സീറ്റ് ഉണ്ടെന്ന് കരുതുക. ചിലപ്പോൾ 390 അംഗങ്ങൾ ഉണ്ടാവുകയുള്ളൂ, 10 സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. അതല്ല, 400 സീറ്റ് ഉണ്ട് എന്ന് കരുതുക. ഈ 400 സീറ്റ് ലോക്സഭയ്ക്ക് ഉണ്ടെങ്കിൽ 200 + 1 ആണ് എന്തെന്ന് പറയുന്നത്? സ്പെഷ്യൽ മെജോറിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷെ അത് മാത്രമാണോ സ്പെഷ്യൽ മെജോറിറ്റി ആയിട്ട് കണക്കാക്കുന്നത്? അല്ല. അവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ 400 അംഗങ്ങളുണ്ട്, ഇപ്പോ 400 സീറ്റ് ഉണ്ട്, അവിടെ 400 അംഗങ്ങളും ഉണ്ട് എന്ന് കരുതുക. 400 സീറ്റ് ഉണ്ട്, 400 അംഗങ്ങളും ഉണ്ട്. ഈ 400 അംഗങ്ങളും എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇലക്ഷനിൽ പങ്കെടുക്കുന്നു, വോട്ട് ചെയ്യുന്നു. അപ്പോ 201 വോട്ട് കിട്ടിയാൽ അത് പാസ്സാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. മനസ്സിലാക്കേണ്ടത്, അതിന്റെ 2/3 കിട്ടണം. 2/3 വോട്ട് കിട്ടണം. പ്രസന്റ് ആയിട്ടുള്ള അംഗങ്ങളുടെ
2/3 വോട്ട് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, അത് സ്പെഷ്യൽ മെജോറിറ്റി ആയിട്ട് കണക്കാക്കുകയുള്ളൂ. ഏതാണോ ഈ പറയുന്ന രണ്ടിൽ ഏതാണോ കൂടുതൽ അതിനെയാണ് പ്രിഫർ ചെയ്യുക. ഇപ്പൊ 100 അംഗങ്ങളാണ് പങ്കെടുത്തത് നോക്കുക, 100 അംഗങ്ങളുടെ 2/3 കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അത് പാസ്സായില്ല. 100 അംഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, അത് പാസ്സാക്കാൻ പോലും പറ്റില്ല. കാരണം എന്താണ്, നമുക്ക് 201 എന്ന് പറയുന്ന ഒരു ബാരിക്കേഡ് അവിടെയുണ്ട്. അപ്പോ 210 അംഗങ്ങൾ വോട്ട് ചെയ്തെന്ന് വെക്കുക, 210 അംഗങ്ങൾ വോട്ട് ചെയ്തെന്ന് വെക്കുക, അതിന്റെ 2/3 കിട്ടിക്കഴിഞ്ഞാൽ അത് സ്പെഷ്യൽ മെജോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അവിടെ എന്ത് വേണം, അവിടെ 201 വോട്ട് തന്നെ കിട്ടണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്പെഷ്യൽ മെജോറിറ്റി കണക്കാക്കുക. അതെന്താണ്, ഏതൊക്കെ വിഷയങ്ങളിലാണെന്ന് അറിയുമോ, നമ്മളുടെ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച ഭേദഗതികൾ, അതാണ് മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച ഭേദഗതികൾ, മാർഗനിർദ്ദേശങ്ങൾ തത്വങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഭേദഗതികൾ, ഇവയ്ക്കെല്ലാം എന്ത് വേണം, ഇവയ്ക്കെല്ലാം സ്പെഷ്യൽ മെജോറിറ്റി വേണം. ഇനി മൂന്നാമതൊരു ടൈപ്പ് ഓഫ് പാസ്സാക്കൽ കൂടിയുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ കൺസെന്റ് അല്ലെങ്കിൽ അവരുടെ സമ്മതം. അത് എത്തരത്തിലുള്ള വിഷയങ്ങളിലാണ് അങ്ങനെ പാസ്സാക്കുന്നത് എന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും ഫെഡറലിസം സംബന്ധിച്ച വിഷയങ്ങൾ, സ്പെഷ്യലി 7ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അങ്ങനെയുള്ള ലിസ്റ്റുകളിൽ യൂണിയൻ ലിസ്റ്റ്, ഇവയിലൊക്കെ എന്തെങ്കിലും ഓൾട്രേഷൻ വരുത്തണമെങ്കിൽ എന്ത് വേണം, അത് സ്പെഷ്യൽ മെജോറിറ്റി പാർലമെന്റിൽ കിട്ടണം. നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റിയുടെ കണക്ക് എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പറഞ്ഞ കണക്ക് തന്നെയാണ്. സ്പെഷ്യൽ മെജോറിറ്റി പാർലമെന്റിൽ കിട്ടണം. സ്പെഷ്യൽ മെജോറിറ്റി പാർലമെന്റിൽ കിട്ടി അത് പാസ്സായിട്ട് മാത്രം കാര്യമില്ല. ഇപ്പോ 28 സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 14 സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തിരിക്കണം, സിമ്പിൾ മെജോറിറ്റിയിൽ അവരുടെ നിയമസഭയിൽ എന്ത് ചെയ്തിരിക്കണം, ഈ ബില്ല് പാസ്സാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഫെഡറലിസം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഭരണഘടനയെ എന്ത് ചെയ്യാൻ കഴിയൂ, ഭേദഗതി വരുത്തുവാനായിട്ട് കഴിയും. ഇത് അത്രക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്കത് വായിച്ചു നോക്കിയാൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. നോക്കുക, ഇന്ത്യൻ ഭരണഘടന പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഭേദഗതി ചെയ്യുന്നത്. പാർലമെന്റിലെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഇത്, അതായത് സിമ്പിൾ മെജോറിറ്റി. ഒരു സമ്മേളനത്തിൽ വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ ആകെ എണ്ണത്തിന്റെ 50% കൂടുതൽ വരുന്ന ഭൂരിപക്ഷമാണ് എന്തെന്ന് പറയുന്നത്, കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 300 അംഗങ്ങൾ പ്രസന്റ് ആയി കഴിഞ്ഞാൽ എന്താണ്, സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് 150+1 ഇനി നോക്കുക, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ പാസ്സാക്കാൻ കഴിയുന്ന ഭേദഗതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോക്കുക, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, പൗരത്വം ഏറ്റെടുക്കലും അവസാനിപ്പിക്കലും, സംസ്ഥാന നിയമനിർമ്മാണ സമിതികളുടെ രൂപീകരണവും പിരിച്ചുവിടലും, രാഷ്ട്രപതി, ഗവർണർമാർ, സ്പീക്കർമാർ, ജഡ്ജിമാർ, പാർലമെന്റ് അംഗങ്ങൾ എന്നിവരുടെ ശമ്പളവും അലവൻസുകളും, ഔദ്യോഗിക ഭാഷയുടെ ഉപയോഗം, കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, 5ാം പട്ടികയിലെ ഷെഡ്യൂൾഡ് ഏരിയകളും ഷെഡ്യൂൾഡ് ട്രൈബുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, 6ാം പട്ടികയിലെ ആദിവാസി മേഖലകളുടെ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇത്തരം വിഷയങ്ങളിലൊക്കെ എന്ത് മതി, സിമ്പിൾ മെജോറിറ്റിയെ ആവശ്യമുള്ളൂ. രണ്ടാമത്തെ രീതിയാണ് എന്തെന്ന് പറയുന്നത്, പാർലമെന്റിലെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഭേദഗതി എന്ന് പറയുന്നത്. എന്താണ് പാർലമെന്റിലെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടിയ ഭേദഗതി എന്ന് പറയുന്നത്? നോക്കുക, സഭയിലെ ആകെ അംഗങ്ങളുടെ, അതായത് ആകെ സീറ്റിന്റെ 50% കൂടുതലും വോട്ടിംഗ് സമയത്ത് ഓരോ സഭയിലും സന്നിഹിതരായിരിക്കുന്ന അംഗങ്ങളിൽ 2/3 ഭൂരിപക്ഷവുമാണ് എന്തെന്ന് പറയുന്നത് പ്രത്യേക ഭൂരിപക്ഷം. ഇപ്പോ പാർലമെന്റിന്റെ ഇപ്പൊ 545 അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ എന്താണ്, ബൈ 2+1 273+ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്, സ്പെഷ്യൽ മെജോറിറ്റി ആണ്. പക്ഷേ ഈ 545 അംഗങ്ങളിൽ 540 അംഗങ്ങളും അവിടെ ഹാജരായി വോട്ട് ചെയ്താൽ 273 വോട്ട് കിട്ടിയിട്ട് കാര്യം ഇല്ല. അവിടെ എന്ത് വേണം, 360+1 വോട്ട് കിട്ടിയാൽ മാത്രമേ എന്താവുകയുള്ളൂ, അത് സ്പെഷ്യൽ മെജോറിറ്റി ആയിട്ട് കണക്കാക്കുകയുള്ളൂ. അടുത്ത എന്താണ്, പാർലമെന്റിലെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കാൻ കഴിയുന്ന ഭേദഗതികൾ ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതികളാണ് എന്ത് ചെയ്യുന്നത്, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കുന്നത്. ഇനി മൂന്നാമത്തെ എന്താണ്, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടിയും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയും എന്താണ് പാസ്സാക്കുവാൻ കഴിയുന്ന ഭേദഗതി.
എന്തൊക്കെയാണ് ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന വിഷയങ്ങൾ. പിന്നെ എന്താണ് 7ാം പട്ടികയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ. 7ാം പട്ടികയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ്, എന്താണ് കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നിവയൊക്കെയാണ് എന്തെന്ന് പറയുന്നത് 7ാം ഷെഡ്യൂളിൽ അല്ലെങ്കിൽ 7ാം പട്ടികയിൽ ഉൾപ്പെടുന്നത്. മാത്രമല്ല ചരക്ക് സേവന നികുതി കൗൺസിൽ, പിന്നെ എന്താണ് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, അതിന്റെ രീതികൾ, ഇവയെല്ലാം മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണം? പാർലമെന്റിൽ പ്രത്യേക ഭൂരിപക്ഷം ഉണ്ടാകണം. കൂടാതെ എന്താണ് പകുതി സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ നിയമസഭയിൽ സിമ്പിൾ മെജോറിറ്റിയിൽ എന്താണ് ഇത് അംഗീകരിക്കുക കൂടി ചെയ്യണം. ഇങ്ങനെ ഇത്രയും രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. നമ്മൾ എന്താണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി നമ്മൾ എവിടെ നിന്നെടുത്തു? സൗത്ത് ആഫ്രിക്കയിൽ നിന്നെടുത്തു. ഏത് ഭാഗത്താണ് വരുന്നത്? 20 ഭാഗം 20ലാണ് വരുന്നത്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 368 ആണ്. അധികാരമാർക്കാണ്? അധികാരം പാർലമെന്റിനാണ്. പിന്നെ എന്താണ് ഒരു കേശവാനന്ദ ഭാരതി ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുത്താൻ കഴിയാത്ത ഒരു കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ചു എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് ആൻഡ് നോംസ്. അതായത് പാർലമെന്റിന്റെ ഇരുസഭകളിൽ എവിടെ വേണമെങ്കിലും ആരംഭിക്കാം, ഏത് അംഗത്തിന് വേണമെങ്കിലും അവതരിപ്പിക്കാം, സെപ്പറേറ്റ് പാർലമെന്റിൽ പാസ്സാകണം. അതിനുശേഷം എന്താണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനയക്കണം, അദ്ദേഹം ഒപ്പുവെക്കുന്നതോടുകൂടി അത് നിയമമാകും എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് സിമ്പിൾ മെജോറിറ്റി, എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി, എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് കൺസെന്റ്, 15 സ്റ്റേറ്റിന്റെ കൺസെന്റ്, പിന്നെ എന്താണ് ഇതിന്റെ അകത്ത് ഏതൊക്കെ വിഷയങ്ങളാണ് വരുന്നത് മുതലായ കാര്യങ്ങൾ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്നത് ഒരുപാട്, നിങ്ങൾ ഒരു റാങ്ക് ഫയൽ എടുത്താൽ ഒരുപാട് ഭരണഘടനാ ഭേദഗതികൾ അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ എല്ലാ ആ റാങ്ക് ഫയൽ മുഴുവൻ പഠിപ്പിക്കുക എന്നുള്ളത് എന്തല്ല, നമുക്ക് പ്രായോഗികമല്ല, പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ എല്ലാ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയാറുള്ളതാണ്, നിങ്ങൾ എല്ലാവർക്കും, പഠിക്കുന്ന എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു റാങ്ക് ഫയൽ വാങ്ങിയിരിക്കണം. റാങ്ക് ഫയൽ വാങ്ങി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ അതിൽ നിന്നും എന്ത് ചെയ്യണം? പഠിക്കണം. അല്ലാതെ ഇവിടെ നിന്ന് സ്പൂൺ ഫീഡിങ് നടത്തി കിട്ടുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ച് കേരള PSCയുടെ പരീക്ഷ എഴുതി അതിൽ ജോലി കിട്ടുമെന്നുള്ള വ്യാമോഹത്തിൽ ആരെങ്കിലും ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അത് എന്താണ്? മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. അങ്ങനെ PSC എഴുതി ആർക്കും കിട്ടില്ല. എന്താണ്? വളരെ നന്നായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് കേരള PSCയും ഇതുപോലെയുള്ള മത്സര അധിഷ്ഠിത പരീക്ഷകളും എന്നുള്ള കാര്യം പഠിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാകണം? നല്ല ബോധ്യമുണ്ടാകണം. അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ്. അപ്പോ നമ്മൾ ഇതും കൂടി എടുത്തിട്ട് ഇത് പെട്ടെന്ന് എടുത്തു പോകും. അധികം കഥകളൊന്നും നമ്മൾ ഇതിൽ പറയില്ല. ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി 1951. പക്ഷേ ഇത് പറയുമ്പോൾ ഇതിൽ കുറെ കഥകൾ ഉണ്ടെന്നേ. ഇത് പറയാതെ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് പ്രശ്നം. ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നിങ്ങൾ ഈ നോട്ട്സിൽ കാണുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ റാങ്ക് ഫയലിലുമുള്ള പ്രധാനപ്പെട്ട ഒരു ഇതാണ് 9ാമത്തെ പട്ടിക എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 1951 1ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 9ാം പട്ടിക എന്ന് പറയുന്നത് ലാൻഡ് റീഫോംസ് ആണ്, ഭൂപരിഷ്കരണമാണ്. ലാൻഡ് റിഫോംസ് അഥവാ ഭൂപരിഷ്കരണമാണ്. ഇത് എന്താണ്? ഇത് 1951 ഇന്ത്യയുടെ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്യപ്പെടുന്നത്. ലാൻഡ് റിഫോംസ് ആണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പക്ഷേ ഇതങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്താണ് സർക്കാരിന് തോന്നി അന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഭരണഘടന വന്നിട്ട് ഒരു വർഷമൊക്കെ ആയില്ലേ, നമുക്കിത് അങ്ങ് ഭേദഗതി ചെയ്ത് കളയാം എന്ന് തോന്നിയിട്ട് ഭേദഗതി ചെയ്തതല്ല. അതിന്റെ പുറകിൽ ഒരു ചെറിയ കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. അതായത് ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് 1951 എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. 1951 ചെമ്പൈ ദൊരൈരാജൻ കേസ്. നിങ്ങൾ ആരെങ്കിലും ആ കേസിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ? ചെമ്പൈ ദൊരൈരാജൻ കേസിനെ കുറിച്ച്
ചെമ്പകം ദുരൈരാജൻ കേസ്. അറിയാവുന്നവർ അറിയാമെന്ന് പറയുക, മെസ്സേജ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. 15 മിനിറ്റോളം ഇല്ല. ഓക്കെ. ചെമ്പകത്തൊരൈൻ രാജൻ കേസ് എന്ന് പറയുന്നത് 1951, അതായത് 1927 മുതൽ ഒരു GO ഉണ്ടായിരുന്നു, ഗവൺമെന്റ് ഓർഡർ ഉണ്ടായിരുന്നു മദ്രാസ് സംസ്ഥാനത്ത്. അതായത് മദ്രാസ് സംസ്ഥാനത്തിലെ ഗവൺമെന്റ് കോളേജുകൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നിവയിൽ ഈ പറയുന്ന മുസ്ലിംസ്, പിന്നോക്ക വിഭാഗങ്ങൾ, അങ്ങനെയുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട, ഈവൻ 1927 2 seats ഫോർ ബ്രാഹ്മിൻസ്, ഇവർക്ക് എന്താണ് റിസർവേഷൻ ഉണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ ഒരു റിസർവേഷൻ സിസ്റ്റം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ആ കാലഘട്ടം മുതൽ തന്നെ. അപ്പോ 1951 ആയപ്പോൾ ചെമ്പകം ദുരൈരാജൻ എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തു, അവര് ഒരു കേസ് കൊടുക്കുന്നു. ആ കേസ് ഇങ്ങനെയാണ്, അതായത് അവരുടെ മൗലിക അവകാശങ്ങളുടെ ഭാഗമായിട്ടുള്ള ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 29 എന്നിവ എന്ത് ചെയ്യുന്നു, ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഈ റിസർവേഷൻ നൽകിയതിന്റെ ഭാഗമായിട്ട് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത്? അറിയാവുന്ന ആളുകൾ വേഗം പറഞ്ഞേ. എന്റെ ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുകൾക്ക് അറിയാൻ പറ്റുമല്ലോ ആർട്ടിക്കിൾ 15. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 15 എന്തിനെ കുറിച്ച് പറയാം? വിവേചനത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നു. മതം, വർഗം, ജാതി, ലിംഗം, ജന്മദേശം എന്നിവയുടെ വിവേചനം നിരോധിക്കുന്നു. വെരി ഗുഡ്. അപ്പോ ചെമ്പകദുരൈരാജൻ പറഞ്ഞതും അത് തന്നെയാണ്. എന്താണ്? എന്നെ ഇങ്ങനെ റിസർവേഷൻ നൽകുന്നതിലൂടെ ജാതി, മതം, വർണ്ണം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടത്തുന്നു, ഒരു വിവേചനം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, അവരുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് പറയുന്നത്. മാത്രമല്ല ആർട്ടിക്കിൾ 29 ഒരു ക്ലോസ് ഉണ്ട്. ആർട്ടിക്കിൾ 29 ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് എന്താണ് നിയമനം നടത്തുമ്പോൾ ജാതി, മതം, വർഗം വിവേചനം പാടില്ല എന്നും ആർട്ടിക്കിൾ 29 എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോ ഇത് രണ്ടും ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ചെമ്പകം ദുരൈരാജന്റെ കേസ്. മദ്രാസ് കോടതിയെ സമീപിച്ചു. ഇതിനെ മദ്രാസ് അല്ലെങ്കിൽ ഈ പറയുന്ന മദ്രാസ് സ്റ്റേറ്റ് ഇതിനെ പ്രിവെന്റ് ചെയ്തത് ആർട്ടിക്കിൾ 43, അതായത് നമ്മളുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ആർട്ടിക്കിൾ 43 വെച്ചാണ്. 43 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 43 അറിയാവുന്നവർ പെട്ടെന്ന് പറയുക. ആർട്ടിക്കിൾ 43 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതായത് അറിയില്ല, ആർക്കും അറിയില്ല. SC/ST വിഭാഗങ്ങൾക്ക്, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവരുടെ എന്താണ് സാമൂഹിക ജീവിത നിലവാരം ഉയർത്തുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 46. ആർട്ടിക്കിൾ 46 പറയുന്നത്, ഈ ആർട്ടിക്കിൾ 46 ഉപയോഗിച്ചാണ് ഈ പറയുന്ന സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോ അവിടെ സ്വാഭാവികമായിട്ട് ഒരു സംഭവം സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫൈറ്റ് വന്നു. എന്തൊക്കെ തമ്മിലാണ് ഫൈറ്റ് വന്നേക്കുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളും മൗലിക അവകാശങ്ങളും തമ്മിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു. സ്വാഭാവികമായിട്ടും ചെമ്പകദുരൈരാജൻ പറഞ്ഞതാണ് ശരിയെന്ന് മദ്രാസ് കോടതി വിധിച്ചു, ഹൈക്കോടതി വിധിച്ചു. സുപ്രീം കോടതിയിലും ചെമ്പകം ദുരൈരാജന് അനുകൂലമായിട്ടാണ് വിധി ഉണ്ടാവുന്നത്. അപ്പോ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വന്ന സമയത്ത് എന്ത് വേണം? നമുക്ക് ഈ പറയുന്ന ബാക്ക്വേർഡ് സൊസൈറ്റിയെ നമുക്ക് മുന്നോട്ട് നയിച്ചേ പറ്റും. അതിന് ഗവൺമെന്റുകൾക്ക് തീരുമാനങ്ങൾ എടുത്തേ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ഭരണഘടനാ ഭേദഗതി ഒരു ആവശ്യകതയായിട്ട് വന്നു. ആ ഭരണഘടനാ ഭേദഗതിയിലാണ് 15 സബ്ക്ലോസ് 4 വരുന്നത്. അതായത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകുന്ന സംവരണങ്ങൾ, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കും മറ്റു SC/ST വിഭാഗങ്ങൾക്കും നൽകുന്ന സംവരണങ്ങൾ, അത് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണങ്ങളായിക്കോട്ടെ, അതൊരു ഡിസ്ക്രിമിനേഷൻ അല്ല എന്ന് എന്ത് ചെയ്യേണ്ടി വന്നു? നമ്മളുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കേണ്ടി വന്നു. അതാണ് ഈ പറയുന്ന 1951 ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിക്ക് കാരണമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് പറയുന്നത് ഈ ചെമ്പകദുരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന കേസ്. ആ ഭേദഗതിയിൽ തന്നെയാണ് 9ാം പട്ടിക കൂട്ടിച്ചേർക്കുന്നത്, ലാൻഡ് റിഫോം.
ആ പട്ടികക്ക് മറ്റൊരു പ്രത്യേകത കൂടിയൊക്കെ ഉണ്ട് കേട്ടോ. അതിന് എന്താണ്, അത് ഇത് ചെയ്യാൻ പറ്റില്ല. അതായത് ആ പറയുന്ന 9ാമത്തെ പട്ടിക എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ കഴിയില്ല, കോടതിയുടെ റിവ്യൂവിന് വിധേയമാക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറയുന്ന എന്താണ്, പല കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. 1ാം ഭരണഘടനാ ഭേദഗതി 1951 ഭരണഘടനയിലെ 9ാം പട്ടിക ലാൻഡ് റിഫോംസ് കൂട്ടിച്ചേർത്തു. അതാണ് പ്രധാനപ്പെട്ട. സെമീൻദാരി സിസ്റ്റം ഒക്കെ നിരോധിച്ചു. അതൊക്കെയാണ് 1ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ഭേദഗതികളുണ്ട്, നമ്മൾ ഇമ്പോർട്ടന്റ് മാത്രം പറയുന്നുള്ളൂ. സെക്കൻഡ് വൺ ഈസ് 7ാം ഭരണഘടനാ ഭേദഗതി 1956. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഭാഷാ അടിസ്ഥാനങ്ങളിലുള്ള സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തു, നമ്മളുടെ രാജ്യത്ത് പുനഃസംഘടിപ്പിച്ചു. ഏത് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഭരണഘടനാ ഭേദഗതി നടത്തിയത്? ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ? ഫസൽ അലി കമ്മീഷന്റെ 1953 ഫസൽ അലി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങി. 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താണ്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു, കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ രൂപീകരിച്ചു. അടുത്തത് നോക്കുക, 1916 9ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എന്താണ്, പശ്ചിമ ബംഗാളിന്റെ ഭാഗമായിട്ടുള്ള ബെർബാറി പ്രദേശങ്ങൾ എന്ത് ചെയ്തു, നമ്മള് ഇവർക്ക് വിട്ടുകൊടുത്തു, പാകിസ്ഥാന് വിട്ടുകൊടുത്തു. അപ്പോ ദർബാറി യൂണിയൻ പ്രദേശം ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു? പശ്ചിമ ബംഗാളിന്റെ ഭാഗമായിരുന്നു. അതെന്ത് ചെയ്തു, അത് നമ്മള് ഈ പറയുന്ന പാകിസ്ഥാന് വിട്ടുകൊടുത്തു. ആ ഭേദഗതിയാണ് എന്തെന്ന് പറയുന്നത്, 9ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അത് 1958 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന എന്താണ്, ജവഹർലാൽ നെഹ്റു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഫിറോസ് ഖാൻ നൂണും തമ്മിൽ എന്താണ്, ഒരു കരാർ ഉണ്ടായിരുന്നു. ആ കരാർ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്തത്, 9ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1960 എന്ത് ചെയ്തു, നമ്മൾ ബെർബാറി യൂണിയൻ, പശ്ചിമ ബംഗാളിന്റെ ഭാഗമായിട്ടുള്ള ബെർബാറി യൂണിയൻ പ്രദേശങ്ങൾ നമ്മൾ ആർക്ക് വിട്ടുകൊടുത്തു? പാകിസ്ഥാന് വിട്ടുകൊടുത്തു. അടുത്ത് നോക്കുക, അടുത്തത് 24ാം ഭരണഘടനാ ഭേദഗതി. 24ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1971 24ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. അതായത് ഇതിന് കാരണമായിട്ടുള്ള ഒരു കേസുണ്ട്. എന്താണ്? അദ്ദേഹത്തിന്റെ പേര് IC ഗോലക്നാഥ് കേസ്. IC ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്നാണ് ആ കേസിന്റെ പേര്. IC ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. 1967 ആ കേസ് നടക്കുന്നത്. ആ കേസിൽ ആ കാലഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായി. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 അഥവാ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു റൂളിംഗ് ഉണ്ടായി. ഈ റൂളിങ്ങിനെ മറികടക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് എന്താണ്, ഭരണഘടനയെ ഭേദഗതി ചെയ്തു. ആ ഭരണഘടനാ ഭേദഗതിയാണ് 24ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഈ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്ത് അതിൽ എന്ത് ചെയ്തു, അതിൽ എന്ത് എഴുതി ചേർത്തു? ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, എന്ത് പറഞ്ഞു? മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യുവാൻ ആർക്ക് അധികാരമില്ല? പാർലമെന്റിന് അധികാരമില്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു? 71 24ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ഏതൊരു ഭാഗവും ആർക്ക് ഭേദഗതി നടത്താം? പാർലമെന്റിന് ഭേദഗതി നടത്താമെന്ന് ആര് പറഞ്ഞു? പാർലമെന്റ് ഒരു നിയമം പാസാക്കി. മാത്രമല്ല എന്താണ്, ഭരണഘടനാ ഭേദഗതി ബില്ലിനെ, സോറി ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അത് തെറ്റിപ്പോയതാണ്. 24ാം ഭരണഘടനാ ഭേദഗതിയിലാണ് എന്ത് വരുന്നത്? ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായിട്ടും എന്താണ്, അംഗീകാരം നൽകണമെന്ന വ്യവസ്ഥ ചെയ്തത്. അതായത് ഭരണഘടനാ ഭേദഗതി ഭേദഗതി നടത്തുവാൻ ആർക്ക് അധികാരം ഉണ്ടായിരുന്നില്ല? രാഷ്ട്രപതി ഒപ്പിടണമെന്നൊന്നും ഒരു നിർബന്ധവും ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ 24ാം ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ എന്ത് ചെയ്തു? അത് രാഷ്ട്രപതി നിർബന്ധമായിട്ടും ഒപ്പിടണമെന്ന് ഇന്ദിരാഗാന്ധി ആക്കി. ഈ 24, 25, 26, 27 ആ 71, 73 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നടന്ന എല്ലാ ഭരണഘടനാ ഭേദഗതികളും സുപ്രീം കോടതിക്ക് കൂച്ചുവിലം കിടന്നതിന് വേണ്ടി ശ്രീമതി ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ ഭരണഘടന ഭേദഗതികളായിരുന്നു. അവിടെ നോക്കുക, 71 തന്നെ 26ാം ഭരണഘടനാ ഭേദഗതി. 71 തന്നെ 26ാം ഭരണഘടനാ ഭേദഗതി നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന എന്താണ്? പ്രിവി പേഴ്സ് നിർത്തലാക്കി.
മൈക്ക് ഓൺ ചെയ്യുന്നവരൊക്കെ ക്ലാസ്സിൽ ഞാൻ പുറത്താക്കുള്ളൂ. എനിക്ക് ഇത് ഓഫ് ചെയ്തിട്ട് എപ്പോഴെപ്പോഴും ഓൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മ്യൂട്ട് ഇത് ചെയ്യാത്തത്. മൈക്ക് പറയുമ്പോൾ ആവശ്യത്തിന് മാത്രം ഓൺ ആക്കുക. ഇല്ലാത്ത ആളുകൾ ഒരു തവണയൊക്കെ പറയുള്ളൂ, അടുത്ത തവണ മുതൽ ക്ലാസ്സിൽ നിന്ന് പറപ്പിച്ചു വിടും കേട്ടാ. 26ാം ഭരണഘടനാ ഭേദഗതി 1971 നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് എന്ന് പറയുന്ന സമ്പ്രദായം എന്ത് ചെയ്തു? നമ്മള് നിർത്തലാക്കി. പ്രിവി പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമായപ്പോൾ ഏകദേശം 560 മുകളിലുള്ള നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോ ഈ രാജ്യങ്ങളെ അന്ന് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പല രാജാക്കന്മാരുമായിട്ടൊക്കെ പല കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്. അപ്പൊ അവർക്ക് ഒരു മന്ത്ലി ഒരു എമൗണ്ട് എന്ത് ചെയ്തിരുന്നു? ഗവൺമെന്റ് കൊടുക്കാമെന്നുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു. അത് അങ്ങനെ നൽകിയിരുന്ന എമൗണ്ട് ആണ് ഈ പറയുന്ന പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ 1971 26ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ പ്രിവി പേഴ്സ് എന്ന് പറയുന്ന സിസ്റ്റം ഇന്ത്യയിൽ നിർത്തലാക്കി. അപ്പോ നമ്മള് കുറച്ച് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ് പറഞ്ഞത്. 1ാം ഭരണഘടനാ ഭേദഗതി 1951, ഭരണഘടനയിൽ 9ാം പട്ടിക ലാൻഡ് റിഫോംസ് കൂട്ടിച്ചേർത്തു. 7ാം ഭരണഘടനാ ഭേദഗതി 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു, കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിച്ചു. 9ാം ഭരണഘടനാ ഭേദഗതി 1960 പശ്ചിമ ബംഗാളിന്റെ ഭാഗമായിരുന്ന ഗർവാറി പ്രദേശങ്ങൾ പാകിസ്ഥാന് വിട്ടു നൽകി. 24ാം ഭരണഘടനാ ഭേദഗതി 1971 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്തു. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തു. 26ാം ഭരണഘടനാ ഭേദഗതി 1971 നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് സമ്പ്രദായം ചെയ്തു. പ്രിവി പേഴ്സ് സമ്പ്രദായം നമ്മൾ നിർത്തലാക്കി. അപ്പോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാനുള്ള അവസരമാണ്. ഡൗട്ടുകൾ ഉള്ള ആളുകൾക്ക് അത് ചോദിക്കാം, ഇല്ലാത്ത ആളുകൾക്ക് പോവാം. ഇനി എന്നോട് കഴിഞ്ഞ എല്ലാവരും ഒരു മിനിറ്റ് എന്നോട് എല്ലാവരും ചോദിച്ചിരുന്ന ഒരു സംഭവമാണ് സാറിന്റെ ഒരു മിനിറ്റ്